ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് അനോമലി സ്കാനിന് ഡേറ്റ് തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും, ഇന്ന സമയം വന്നാൽ മതി, ഇന്ന ഡേറ്റാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു 3 മണിയൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഭയങ്കര തലവേദനയാണ്. ഓൾറെഡി മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പോൾ ഉറക്കക്കുറവിൻ്റെയും പിന്നെ ഷുഗർ പെട്ടെന്ന് ലോ ആവുന്നുണ്ട്, BP ലോ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ തലയിലൊക്കെ കുരു വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഫ്ലാക്സ് സീഡ് ജെല്ലിട്ടപ്പോഴത്തേക്കും മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഒന്നും കൂടി തലയിൽ തേച്ച് കുളിച്ച് ഒരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി കേട്ടോ. ഈ ഒരു ടോപ്പ് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. 499 എന്തേ ഉള്ളൂ റേറ്റ്. നല്ല ടോപ്പാണ്, കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3-4 ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കുമ്പം വയറിങ്ങനെ ടൈറ്റ് ആവുന്ന ഒരിതുണ്ട്. അല്ലാതെ ഞാൻ മൊത്തം വെയിറ്റ് കുറഞ്ഞു, ക്ഷീണിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ, നേരത്തെ പറഞ്ഞതിലും നേരത്തെ ഇറങ്ങി. അപ്പോൾ വീണ്ടും പക്ഷേ തിരിച്ച് വരേണ്ടി വന്നു. കാരണം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ആക്കിയതാണ്. പക്ഷേ കുറേ കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ആക്കിയോ ഇല്ലയോ എന്ന് ഭയങ്കര സംശയം. പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് ഓഫ് ആക്കിയെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പിന്നെ സാരമില്ല, ഒന്നുകൂടി തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഓൾമോസ്റ്റ് ഹോസ്പിറ്റലിൽ അത്രയും എത്തിയതായിരുന്നു. വീണ്ടും അത്രയും ലോങ് തിരിച്ച് പോകേണ്ടി വന്നു. തിരിച്ചു പോയി നോക്കിയപ്പോഴത്തേക്കും ഗ്യാസൊക്കെ ഓഫായിരുന്നു. എന്നാലും പിന്നെ ആ ഒരു ടെൻഷൻ അങ്ങ് ഒഴിവാകുമല്ലോ എന്ന് വിചാരിച്ച് സമാധാനത്തോടെ അങ്ങ് പോയി കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തോടി പോകുമ്പം അവിടെ അണ്ടർഗ്രൗണ്ട് എന്താ വേഗം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലേ പോകുമ്പോൾ ഇപ്പോഴും നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ ഇന്ന് ബ്ലാഡർ ഫുള്ളാക്കി കൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ. അത് കഴിഞ്ഞ തവണയൊക്കെ നല്ല ടൈം എടുത്തു എനിക്ക്. അതുകൊണ്ട് ഞാനിന്ന് വീട്ടിൽ നിന്നേ വെള്ളമൊക്കെ കുടിച്ച് അത്യാവശ്യം ബ്ലാഡറൊക്കെ ഫില്ലാക്കിക്കൊണ്ടാണ് വന്നിരുന്നത്. എനിക്ക് 2 ദിവസമായിട്ട് നല്ല വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഈ സ്കാനിങ് ഡേറ്റിൽ എനിക്ക് വൊമിറ്റിംഗ് വരരുതേ എന്നുള്ളത്. പക്ഷേ രാവിലെയൊക്കെ വൊമിറ്റ് ചെയ്തു. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ബ്ലാഡർ ഫില്ലാക്കി വയ്ക്കാൻ പറ്റത്തില്ല. കുറച്ച് വെള്ളം കുടിക്കുമ്പോഴത്തേനും വൊമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കരമായിട്ട് വരും. അപ്പോൾ എനിക്ക് ഈ ഒരു സ്കാനിങ് ഡേറ്റിലൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ചൊരു സ്ട്രഗിൾ പോലെയാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം ഡോക്ടർ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം സ്കാനിങ്ങിന് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരം ഒന്ന് പോകണം കേട്ടോ. പിന്നെ നമ്മളൊന്ന് തിരിച്ചു പോവുകയും കൂടി ചെയ്തല്ലോ. അതുകൊണ്ടാണ് ഇച്ചിരി വിചാരിച്ചതിലും കുറച്ചും കൂടി ലേറ്റായി. പക്ഷേ ഡോക്ടർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ സമയത്തേക്ക് നേരത്തെ തന്നെയാണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും മക്കൾ 2 പേരുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കളിക്കാനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കാരണം എനിക്ക് ഫോൺ കൊടുത്ത് ഞാൻ ഇരുത്താറേ ഇല്ല കേട്ടോ. നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു, ഇടയ്ക്കൊക്കെ ഫോൺ കൊടുക്കും. പക്ഷേ ഞാനിപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ബാൻ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഫോൺ ഞാൻ തീരെ കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കിയാൽ നമ്മൾ കുറേ മാനേജ് ചെയ്യേണ്ടിയൊക്കെ വരും. എന്നിരുന്നാലും എനിക്ക് ഫോൺ കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇവരുടെ ടോയ്സ് അല്ലെങ്കിൽ ഇച്ചിരി ടൈം ഒരുപാട് ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ ബുക്കോ കളേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുക്കും. അത് പിള്ളേർ തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞ് കാറ് അങ്ങനെയൊക്കെ എടുക്കും. എന്നിട്ട് അതും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കും, ചിലപ്പോഴൊക്കെ ഓടി നടക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഫോൺ കൊടുക്കത്തില്ല. ഞാൻ ഓൾറെഡി പറയുകയും ചെയ്യും. ഇനി അഥവാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റൊക്കെ ഓഫ് ആക്കിയിട്ടിട്ട് ഫ്ലൈറ്റ് മോഡിലൊക്കെ ആക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അടുത്തെത്താറായി. ഇത് ഫസ്റ്റ് പോയി തിരിച്ച് വന്ന് രണ്ടാമത് പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ ഉച്ചക്കത്തേനൊന്നും വയ്ക്കാൻ നിന്നില്ല. എനിക്ക് ഒന്നാമത് വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ കുളിപ്പിക്കണം, റെഡി ആവണം, അതിനെല്ലാത്തും കൂടി സമയം കിട്ടത്തില്ല. രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം ഒന്ന് കിടക്കും, എനിക്കൊന്ന് റിലാക്സ് ആവണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് എല്ലാ തവണയും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉച്ചക്കത്തെ ഫുഡ് വയ്ക്കത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആയിരിക്കും കഴിയുന്നത്. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നും കഴിച്ചില്ല. കാരണം ബ്ലാഡർ ഫുള്ളാക്കണം എന്ന് ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലാഡർ വെള്ളം ഓൾറെഡി നമ്മൾ കുടിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഫുഡും കൂടി കഴിച്ചാൽ എനിക്കറിയാം ഞാൻ വോമിറ്റ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഫുള്ള് വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അറിയാമല്ലോ എൻ്റെ ഒരു ബോഡി നേച്ചർ എന്താണെന്നുള്ളത്. അപ്പോൾ അത് കണ്ടങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു. സ്കാനിങ്ങിനുള്ള ഡോക്ടർ എന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് എത്രയോ ഡേറ്റ്സിൽ ഇങ്ങനെ വരും. ആ ഡേറ്റിലാണ് നമ്മളെ വിളിക്കുന്നത്. പുറത്തുനിന്നുള്ള ഡോക്ടറാണ് വന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കാനിങ്ങും കഴിഞ്ഞു. പിന്നെ സ്കാൻ റിപ്പോർട്ടൊക്കെ എൻ്റെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു TT എടുക്കണം എന്നുള്ളത്. ഫസ്റ്റ് TT എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അടുത്ത TTയും കൂടെ എടുത്തു.
അപ്പോൾ കഴിഞ്ഞ ടി ടി എടുത്തിരുന്നത് ലെഫ്റ്റ് കയ്യിലായിരുന്നു. ഇത്തവണ റൈറ്റിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലെഫ്റ്റാണ് വശം. പക്ഷേ നേഴ്സ് പറഞ്ഞു നമുക്ക് ഈ തവണ റൈറ്റിൽ എടുക്കാമെന്ന് കേട്ടോ. പിന്നെ കൈ നമ്മൾ അനക്കി കൊടുക്കണം. പക്ഷേ എൻ്റെ കൈ എപ്പോഴും അനങ്ങി തന്നെ ആയിരിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പം നമ്മളങ്ങനെ കൈ അനങ്ങാതിരിക്കുന്ന ഒരു പ്രോസസ്സില്ല. എടുത്ത അപ്പത്തോട്ട് തന്നെ കൈ വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ലേറ്റായി കേട്ടോ വീട്ടിൽ വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു, കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അനോമലി സ്കാൻ്റെ റേറ്റ് 2400 രൂപ താഴെ ആവത്തുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഷുഗർ നോക്കാനുള്ളതൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓൾറെഡി ഞാൻ വൊമിറ്റിങ്ങിൻ്റെ വക്കത്തായിട്ടിരിക്കുകയാണ്, ഈ ഒരു ബ്ലാഡർ ഫുള്ളാക്കി വെച്ചതുകൊണ്ട്. അതുകൊണ്ട് ഇത് ഫുഡ് കഴിച്ചിട്ട് എടുക്കേണ്ട ബ്ലഡ് ടെസ്റ്റാണ്, അതുകൊണ്ട് ഇന്ന് ചെയ്യണ്ട, പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ടി ടി എടുക്കാൻ പറഞ്ഞു. യൂറിൻ ടെസ്റ്റും ചെയ്തില്ല, കാരണം സ്കാനിങ് കഴിഞ്ഞതേ ഉള്ളിൽ കൂടെയും നമുക്കിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിന് മുകളിൽ കൂടിയും ചെയ്യും, ഉള്ളിൽ കൂടെയും സ്കാൻ ചെയ്യും കേട്ടോ. അപ്പോൾ വയറ് അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്, പൊസിഷനിൽ വരാൻ വേണ്ടിയൊക്കെ. പിന്നെ ചെരിച്ച് കിടത്തിയിട്ടും ഒക്കെ നമ്മളെ സ്കാൻ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തു, റിപ്പോർട്ട്സൊക്കെ കിട്ടി. എനിക്ക് വെയിറ്റ് പിന്നെയും കുറഞ്ഞു വരികയാണ് കേട്ടോ. ബി പി ഷുഗറിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു അപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ എടുത്തില്ല, കാരണം അകത്ത് കയറി പിന്നെ ഞാൻ തന്നെയാണ് ഓരോ റിസപ്ഷനും അവിടെയൊക്കെ നടക്കുന്നത് മക്കളെയും കൊണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു ഇതില്ല, കാരണം എൻ്റെ കയ്യിൽ ബാഗുണ്ട്, കുഞ്ഞാവേനെ ഒരു കയ്യിൽ ഞാൻ പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിസിൻസൊക്കെ വാങ്ങിച്ചു. പിന്നെ പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സന്ധ്യാസമയമായി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം. പക്ഷേ സ്കാനിങ്ങിൽ കുഴപ്പമില്ല. അപ്പോൾ ഇനി ബ്ലഡ് ടെസ്റ്റുകളൊക്കെ അടുത്ത മാസം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വെച്ചാൽ എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ കുറച്ച് ഓക്കെ ആയിരിക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഞങ്ങൾ വന്ന് ഇറങ്ങിയ ഒരു ഭാഗമാണിത്. ടോയ്സൊക്കെ ആയിട്ട് അകത്തോട്ട് കയറുന്നൊരു ഭാഗമാണ് കേട്ടോ. പിന്നെ എടുത്തില്ല, തിരിച്ച് വരുമ്പോഴൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല കേട്ടോ.